കൃഷ്ണ കൃഷ്ണ. മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇല്ലാതെ പാടുക നമ്മൾ കേട്ടിട്ട് പഠിക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെതായ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ശ്രുതി കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നു. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ എൻ്റെ ആത്മരാഗം കേട്ടു നിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ. നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ശോഭന അല്ലേ? എവിടെ കറക്റ്റ് വീട്? എവിടെയാണ്? ദേശമംഗലം പള്ളം എന്ന സ്ഥലത്താണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും 2 ആങ്ങളമാരാണ്. പിന്നെ എഴുത്തിയന്മാരുണ്ട്. അവർക്കൊക്കെ 3 മക്കള്. എനിക്ക് 3 മക്കള്. കുട്ടികള് ചെറിയ കുട്ടികളാണ്? ഒരാള് +1 പഠിക്കുന്നു, ഒരാള് 8ാം ക്ലാസ്സിൽ, ഒരാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തെങ്കിലും ശോഭന എന്തെങ്കിലും ജോലി? ഞാൻ വീട്ടു ജോലിക്ക് പോവാണ്. അടുത്ത വീട്ടിന്റെ അടുത്ത്. കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടും? മൂന്നാളും ചെറുതായിട്ടൊക്കെ പാടും. ശോഭന ഇന്നുപോലെ ഈ പാട്ട് ഞാന് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ പാട്ട് പാടും. അതൊരു മീര പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറാണ് എന്റെ പാട്ട് പാടല് പുറത്തേക്ക് എടുത്തത്. അത് ശരി. അവരാണ് നല്ല പ്രോത്സാഹനം. പിന്നെ കലോത്സവത്തിലൊക്കെ ലളിതഗാനം, സംഘഗാനം അതിനൊക്കെ പാടിയിട്ടുണ്ട്. നന്നായി പാടും. ഇപ്പൊ രാജഹംസ എന്നുള്ള പാട്ട് നന്നായി പാടിയിട്ടുണ്ട്. നല്ല രസകരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇല്ലാതെ പാടുക നമ്മൾ കേട്ടിട്ട് പഠിക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെതായ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ശ്രുതിയൊന്നും തെറ്റാതെയും താളൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ആർക്കും സംഭവിക്കാലോ, ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാലോ, അതൊന്നും വിഷയമില്ല. നന്നായി പാടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്തായാലും. ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ടീമിൽ വർക്ക് ഇപ്പൊ ഞാൻ പട്ടാമ്പി മിത്ര പോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാനിപ്പോ നാടൻ പാട്ടാണ്. അതൊരു പാട്ട് കൂടി, വേറൊരു പാട്ട് കൂടി ആവും. വേറെ ഒരു സിനിമ പാട്ടനായിക്കോട്ടെ, എന്തായാലും ഇന്നത്തെ ദിവസം അതാവും. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുറക്കാൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ
ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുറക്കാൻ മറന്നു കണ്ണൻ. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയുവാൻ കഴിയുമെങ്കിൽ, നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിയുമെങ്കിൽ, കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ കൃഷ്ണ 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 കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ. ഈ ലാസ്റ്റത്തെ പോർഷൻ ഒരു രക്ഷയില്ല കേട്ടോ. അതേ നമ്മൾ ചിത്രചേച്ചി പാടിയ അതേ ഫീലോട് കൂടിയിട്ടാണ് പാടിയത്, ഗംഭീരമായിട്ട്. ഇതെങ്ങനെ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തത്? പ്രാക്ടീസ് തന്നെ നമ്മളങ്ങനെ പാടിയപ്പോ അങ്ങനെ ആയിരുന്നു. ഈ ഇവിടെ എവിടെയും പാടിയില്ല, വേദിയിൽ എവിടെയും പാടിയിട്ടുണ്ട്, വേദികളിലൊക്കെ കരോക്കയിലൊക്കെ പാടിയില്ല? കരോക്കയില് പാടിയിട്ടില്ല, അങ്ങനെ സാധാരണ അങ്ങനെ പാടിയിട്ടുള്ളൂ. കരോക്കയിലൊക്കെ പാടിക്കൊണ്ടിട്ട് ഇത് എങ്ങനെയുണ്ട് നമുക്ക് അതിലൂടെ പാടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നന്നായിട്ട് കേട്ടോ, നന്നായിട്ട് നല്ല ശബ്ദമാണ് നിന്റെ കേട്ടോ. ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൂടുതൽ നമുക്ക് ഇനിയും പഠിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ എന്തൊരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ്. നാട്ടിലെ താരങ്ങളിലൂടെ ഇങ്ങനെ ഒരു ചാനലിൽ വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം.